ഇന്ന് രാവിലെ വേവിച്ചെടുക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, പിന്നെ എണ്ണ ഇല്ലാണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാനും പറ്റും. നോമ്പ് തുറക്കുമ്പോൾ ഇതൊരു കഷ്ണം കഴിച്ചാൽ മതി, പെട്ടെന്ന് വയറെല്ലാം ഫുള്ളാവും. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് പോകാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം തന്നെ ബീഫ് ഒന്ന് പൊരിച്ചെടുക്കണം. ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത്, എന്നിട്ട് ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് കായം തേച്ച് വെച്ച് ഒരു അരമണിക്കൂറോളം ഒന്ന് കായം തേച്ച് വെച്ച് എന്നിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം. ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പൊരിച്ചിട്ട് തന്നെ വെക്കണം, എന്നാലേ ഈ ടേസ്റ്റ് കിട്ടുള്ളൂ. വേവിച്ച് വെക്കുമ്പോൾ നമുക്ക് ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് ബീഫ് ഇവിടെ ആയിട്ടുണ്ട്. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കളർ മാറ്റിയെടുത്താൽ മതി. ഇനി ഇതിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇപ്പോൾ അത് ബീഫെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് സവാള, ഞാനിവിടെ ഒരു 5 സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ചില ഭാഗത്തൊക്കെ ഇത് വേവിച്ച് വെക്കുന്നവരുണ്ട്, പക്ഷേ ഇത്ര ടേസ്റ്റ് എനിക്കത് തോന്നിയിട്ടില്ല. ഇതിങ്ങനെ പൊരിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ വേവിച്ച് വെച്ച് നോക്കി, പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പൊരിച്ച് വെക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ ഈ ബീഫിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീനോ ചിക്കനോ അങ്ങനെ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. വേവിച്ചിട്ടൊന്ന് കായം തേക്കുക, എന്നിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. അതിടുന്നത് കിട്ടിയില്ല. എന്നിട്ട് നന്നായി ഒന്ന് കളർ മാറി വരുന്നതൊന്ന് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അത് നന്നായി കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം, ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ. കുറച്ച് പൊടികളെല്ലാം നമ്മൾ ബീഫിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി ഇതിലേക്ക്. ഇനി ഇത് നേരത്തെ ബീഫ് പൊരിച്ചിട്ടുണ്ടല്ലോ, അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ബീഫെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിയും ബീഫെല്ലാം ഒരുമിച്ച് ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയും ബീഫെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ ടൈമിലൊന്ന് അരി അരച്ചെടുക്കാം. ആദ്യം തന്നെ അരി അരച്ച് വെക്കുന്നത് നല്ല കേട്ടോ. 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നിട്ടാണ് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബിരിയാണി എല്ലാം വെക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം പച്ചരി ഉണ്ടാക്കാം, പക്ഷേ ബിരിയാണി അരി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, ആ ഒരു സ്മെല്ലും ഇതൊക്കെ വരുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. അത് ഒരു 3 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു 1/4 കപ്പോളം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് ആദ്യം ഞാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കി വന്ന അരി ഉണ്ടല്ലോ, അതിലേക്ക് ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല, അത് വെറുതെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാക്കി വന്ന അരിയും കൂടി അരച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് നന്നായി ലൂസാവാൻ പാടില്ല, എന്നാൽ നന്നായി കട്ടിയാവാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെ രീതിയിലാവണം. നന്നായി കട്ടിയായിട്ടുണ്ടെങ്കിൽ മാവ് വേവാവില്ല, ഉള്ളിലൊന്നും വേവാത്ത പോലെ ഇരിക്കും. എന്നാൽ നന്നായി ലൂസായാലും ഒരു നല്ല ഉറപ്പാവും. ഇപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം എല്ലാം അരി എടുക്കുന്നതിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് ഞാനൊരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ആവി കയറ്റാനുള്ള പറ്റുന്ന ഒരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് തടവി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടൈം ആദ്യം തന്നെ മസാല ഇട്ട് കൊടുത്താൽ മസാല എല്ലാം അടിയിൽ പോയി കിടക്കും. ഒരു 1-2 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് തുറന്നതിന് ശേഷം മസാല ഇട്ട് കൊടുക്കാം. മസാല എല്ലാം ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തട്ടോ. ഓരോരുത്തർക്കും മസാല നന്നായി ഉണ്ടെങ്കിലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല മസാല ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ മാവ് കഴിയുന്നത് വരെ ഒന്ന് നിങ്ങൾക്ക് മേലെ ഒഴിച്ചു കൊടുക്കാം, മാവ് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് അതിന് മേലെ മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. മുകളിലത്തെ ലെയറിൽ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് അധികം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഒന്നുകൊണ്ട് മേലത്തെ മസാല ഒന്ന് കുറച്ചൊന്ന് ഫില്ല് ചെയ്യണ വരെ ഒന്ന് മുകളിൽ നിന്നുകൊണ്ട് വേറിട്ട് വരാതിരിക്കാനുള്ള രീതി ഉണ്ടല്ലോ, അതേപോലെ ഒന്നുകൊണ്ട് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല കട്ടിക്ക് ഒഴിച്ച് കൊടുക്കരുത് മുകളിൽ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 45 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കണം. എൻ്റെ ഇവിടെ ഒന്ന് വേവായിട്ട് വരാൻ 45 മിനിറ്റ് പിടിച്ചു. കണ്ടില്ലേ, നന്നായി വെന്തെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ അതുമല്ല, ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം.